എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദീപാസ് ശുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അടിപൊളി ഒരു ട്രാവൽ വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുറേ നാളായി നമ്മൾ ട്രാവൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഈ ഫ്രൈഡേയിൽ സൈച്ചേട്ടൻ ഓഫായിരുന്നു. അന്നേരം നമ്മൾ വേറെ എങ്ങുമല്ല, ജബൽ ജെയ്സിലേക്കാണ് പോകുന്നത്. ഏകദേശം 6345 അടി ഹൈറ്റിലാണ് ഈ ഒരു മല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. കണ്ടല്ലോ, നല്ല കയറ്റമാണ്. രണ്ട് സൈഡിലും ഇഷ്ടം പോണത് കുന്നുകളും മലകളും എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ അതിന് ഉള്ളിൽ തന്നെ ഒരു തടാകം പോണത് ഒരു സംഭവം കണ്ടു. അന്നേരം അവിടേക്കൊന്ന് ഇറങ്ങിയതാണ്. പിന്നെ വേറെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എൻ്റെ മോളെ അമ്മൂൻ്റെ, നന്ദന എന്ന മോളുടെ പേര് അമ്മൂന്ന് ഞങ്ങൾ വിളിക്കുന്നു. മോളുടെ ബർത്ത്ഡേയും കൂടാണ് 5-ാം തീയതി. പക്ഷേ നമ്മൾ 3-ാം തീയതി ഫ്രൈഡേ ആണ് നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്നത്. അന്നേരം ആ ജബൽ ജെയ്സിൻ്റെ ഏറ്റവും മുകളിൽ പോയിട്ട് ഒരു കേക്ക് കട്ട് ചെയ്യാം എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയോടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ബ്രദറ് അപ്പു നമ്മളുടെ കൂടെ ഉണ്ട്. പിന്നെ എൻ്റെ മക്കള് സൈച്ചേട്ടന്, ഞങ്ങൾ ഇത്രയും പേരോടാണ് പോകുന്നത്. അതല്ല, നല്ല ഹൈറ്റിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ മലകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ അമ്പലങ്ങളുടെയൊക്കെ ശിലകൾ കൊണ്ടല്ലേ നിർമ്മിച്ചിരിക്കുന്നത്. അതേ ഒരു പ്രതീതിയാണ് ഈ മലകൾ ഓരോന്നും കണ്ടു കഴിഞ്ഞാൽ. കല്ല് കൊത്തിയെടുത്ത് വെച്ചേക്കുവാണെന്നേ പറയത്തുള്ളൂ. കണ്ടല്ലോ, അത് അടുത്ത് പോയി നിന്ന് കാണുമ്പോൾ വീഡിയോയിൽ തന്നെ കാണാം. എന്നാലും അടുത്ത് പോയി നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എന്താണെന്ന് മനസ്സിലാകുന്നത്. കണ്ടല്ലോ, മലനിരകൾക്കിടയിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇപ്പോൾ നമ്മൾ റാസൽ ഖൈമയിലുള്ള ജബൽ ജെയ്സിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ചെറിയ മഞ്ഞൊക്കെ ഉണ്ട്. ഇപ്പം ടൈം 6:30 കണ്ടല്ലോ, ഞങ്ങൾ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കണ്ണൻകുട്ടനും അടുത്ത് തന്നെ കിടപ്പുണ്ട്. കണ്ണൻകുട്ടൻ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വണ്ടിയാണ്. കണ്ണൻകുട്ടൻ എന്ന് പറയുന്നത് അവന് ഞാൻ അതാ പേരിട്ടിരിക്കുന്നത്. എല്ലാവരും ഓർക്കും എനിക്ക് വട്ടാണെന്ന്. അല്ല, ഞാൻ അങ്ങനെയാണ് അതിനെ വിളിക്കുന്നത്. കണ്ണാണ് വണ്ടിയെ വിളിക്കുന്നത് കേട്ടോ. കണ്ടല്ലോ, ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മളൊരു ഇച്ചിരി ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്യാൻ അപ്പോൾ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതെല്ലാം കട്ട് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് എൻജോയ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി. കണ്ടല്ലോ, ഇനി ബാക്കി കാഴ്ചകൾ നമുക്ക് എല്ലാവർക്കും കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ആര് വന്നെന്ന് പറഞ്ഞാലും നമുക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. നൈറ്റ് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. കണ്ടല്ലോ, കുറേ നാളായി നമ്മൾ പുറത്തിറങ്ങിയിട്ട് അതിൻ്റെതായ ഒരു സന്തോഷം ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്തുണ്ട്. പ്രത്യേകിച്ച് മോളുടെ ഒരു ബർത്ത്ഡേ ഇതുപോണക്ക് അവൾക്ക് മോൻ്റേത് ക്രൂയിസറിൽ വെച്ച് ആഘോഷിച്ചു. അപ്പോൾ അവൾക്ക് അവളുടെ ആഗ്രഹമായിരുന്നു അവൾക്കും പുറത്ത് പോയി ഒന്ന് ആഘോഷിക്കണമെന്ന്. അപ്പോൾ സൈച്ചേട്ടൻ സെലക്ട് ചെയ്താണ് ഈ റാസൽ ഖൈമയിലുള്ള ജബൽ ജെയ്സ്. അപ്പോൾ കണ്ടല്ലോ, നമുക്ക് മക്കളുമായിട്ട് ഇപ്പം പൈസ മുടക്കി ഹോട്ടലുകളിൽ തന്നെ ഇതുപോണക്കുള്ള ബർത്ത്ഡേ ഫംഗ്ഷൻ ഒന്നും ആഘോഷിക്കണമെന്നില്ല. നമുക്കിതുപോണക്ക് ചെറിയ രീതിയിൽ നമുക്കിതുപോണക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ. പിന്നെ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല മഞ്ഞായിരിക്കും. ഇവിടെ നല്ലൊരു അന്തരീക്ഷമായിരിക്കും. ഇപ്പോഴും ഓൾറെഡി മഞ്ഞുണ്ട് ചെറുതായിട്ട്. നമുക്കെന്നാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടല്ലോ. മോളുടെ ബർത്ത്ഡേ കേക്കാണിത്. അപ്പോൾ കൊണ്ടുവന്നാണ്. അതിൽ അവൻ തന്നെ കട്ട്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ചിക്കൻ കറിയുണ്ട്, മുട്ടായി, പിന്നെ ഇതെല്ലാം ഉണ്ട്. പിന്നെ പൊറോട്ട, പിന്നെ ഫ്രൈഡ് റൈസ്, എല്ലാ സംഭവങ്ങളും ഞാൻ സെറ്റ് ആക്കിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ അമ്മു കേക്ക് കട്ട് ചെയ്യാണ്. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you.
ചെയ്തു, എല്ലാം കഴിച്ചു, ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. സൈച്ചേട്ടനൊക്കെ പറഞ്ഞു ഇഷ്ടമായി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ചെറുകെ നമ്മൾ തിരിച്ചു പോകണം. അതിന് മുന്നേ തന്നെ കണ്ടല്ലോ, എല്ലാവരും കണ്ടല്ലോ, ഞാൻ ഫുഡൊക്കെ തയ്യാറാക്കിക്കൊണ്ടാണ് വന്നിരുന്നത്. ഇങ്ങനെ നമ്മൾ ചെറിയ രീതിയിലൊരു ഫുഡൊക്കെ തയ്യാറാക്കിക്കൊണ്ട് വന്ന് നമുക്ക് മക്കളുമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് അവർക്കും സന്തോഷമാണ്. അവരുടെ ബർത്ത്ഡേ അവരൊരു രാജകുമാരിയാകുന്ന ഒരു പ്രതീതിയാണ് അവരുടെ മനസ്സിൽ. ആ ഒരു സന്തോഷമല്ലേ നമുക്കും വേണ്ടത്. ഇതുപോലൊക്കെ പുറത്തു പോയി ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു കഴിഞ്ഞാൽ അവർക്കതൊരു സന്തോഷമാകും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.